കോഴിക്കോട്ടെ പ്രമുഖ ചെറുകിട മൊബൈൽ ഫോൺ വിപണികളിൽ ഒന്നാണിത്. 100ഓളം കടകൾ ഇവിടെയുണ്ട്. നോട്ട് അസാധുവാക്കിയതിനെ തുടർന്ന് കച്ചവടത്തിൽ വൻ കുറവാണുണ്ടായതെന്ന് കച്ചവടക്കാർ പറയുന്നു. വാടകയ്ക്കും ശമ്പളത്തിനുമുള്ള വരുമാനം പോലും പലയിടത്തും ലഭിക്കുന്നില്ല. 8-ാം തീയതി മുന്നുള്ള ബിസിനസിന്റെ ഏകദേശം ഒരു 25% നടക്കുന്നുള്ളൂ. ഇപ്പോൾ കസ്റ്റമറൊക്കെ പിന്നെ ഒന്നെങ്കിൽ സ്വൈപ്പിംഗ് ആണോ ചോദിക്കുന്നത്, ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വരുന്നില്ല. ഉപഭോക്താക്കളിൽ ഭൂരിഭാഗവും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. നോട്ട് നിരോധം കാരണം ഇവർ നാട്ടിലേക്ക് വണ്ടി കയറിയതും തിരിച്ചടിയായി. പിടിച്ചു നിൽക്കാനാകാതെ പലരും കടകൾക്ക് ഷട്ടറിട്ടു. സാധാരണ ഞായറാഴ്ച ഒരു 10-8 മൊബൈൽ വെക്കണപ്പോൾ 2 മൊബൈലേ വെക്കണുള്ളൂ. അങ്ങനെ വൈകുന്നേരം 4 മണിനുള്ളിൽ നമുക്ക് കച്ചവടമാവല്. അപ്പോൾ 4 മണി 5 മണി 6 മണി 7 മണി വരെ ഇരിക്കും കച്ചവടം വേണ്ടിയിട്ട്. എന്നിട്ട് ആൾക്കാരൊന്നുമില്ല. എന്നാൽ വലിയ ഷോറൂമുകളെ പ്രതിസന്ധി കാര്യമായി ബാധിച്ചില്ല. കച്ചവടത്തിലുണ്ടായ കുറവ് 20% മാത്രം. 8-ാം തീയതിക്ക് മുമ്പ് അധികം 50% അറൗണ്ട് ക്യാഷ് തന്നെയായിരുന്നു പേയ്മെൻറ്റ്സ് തരാറ്. അതിനുശേഷം നമ്മൾ അറൗണ്ട് 85% എല്ലാവരും കാർഡ് തന്നെയാണ് തരുന്നത്. അപ്പോൾ ആ ഒരു പൈസേൻ്റെ പ്രശ്നം നമ്മൾ അത്രത്തോളം ബാധിച്ചില്ലെങ്കിലും ചെറിയൊരു 20% മാർജിനിലാണ് നമ്മളൊരു സെയിൽസ് കുറവായിട്ടുള്ളൂ. സ്വൈപ്പിംഗ് മെഷീൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കി പ്രതിസന്ധിയെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് ചെറുകിട കച്ചവടക്കാർ. കെ ഇല്യാസ്, മീഡിയ 1, കോഴിക്കോട്.